എനിക്ക് മനസ്സിലാവാത്ത കാര്യമുണ്ട്. ഈ പാട്ടില് സ്തുതി എന്ന് പറഞ്ഞ പാട്ടില് ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി എന്നല്ലേ? അപ്പൊ ഇവരെന്തിനാ കേസ് കൊടുക്കുന്നത്? ശരിക്കും ഇത് കേസ് കൊടുക്കേണ്ടത്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് കേസ് കൊടുക്കേണ്ടത് ബാക്കിയുള്ള മതക്കാരാണ്. മുസ്ലിംസ്, ഹിന്ദുസ്, ഇവരൊക്കെ കേസ് കൊടുക്കണം. കാരണം ഈ പാട്ടിൽ പറയുന്നത് ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതിയാണ്. അപ്പോൾ ഇത് കർത്താവല്ല സൃഷ്ടിച്ച്, പിന്നെ അള്ളാഹുവാണ് സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ മറ്റേ സൃഷ്ടിക്കുന്ന മറ്റൊരാളുണ്ടല്ലോ ഹിന്ദു ഇതിൽ, മറ്റേ ആ പുള്ളിയാണ് സൃഷ്ടിച്ചത്, ഇങ്ങനെയല്ല കേസ് കൊടുക്കണ്ടേ? അവരാണ് കേസ് കൊടുക്കേണ്ടത്. വിശ്വ ഹിന്ദു പരിഷത്ത്, പിന്നെ മുസ്ലിംസിൻ്റെ മറ്റേ ജമാഅത്തെ ഇസ്ലാമി, ഇങ്ങനത്തെ സാധനമൊക്കെയാണ് ഇത് കേസ് കൊടുക്കേണ്ടത്, അല്ലാണ്ട് ക്രിസ്ത്യൻസ് അല്ല കേസ് കൊടുക്കണ്ടേ? ഒരു പാട്ടിൽ ഞാൻ വേറെ കണ്ട ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ കണ്ടതൊരു സംഭവം എന്താ വെച്ചാൽ, സാത്താൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് പിന്നെ എന്താ കർത്താവിന് സ്തുതി എന്ന് പറഞ്ഞിട്ട്, ഇതാണ് ഒരു കമൻറ്റ്. ഒന്നല്ല, കുറേ കമൻറ്റ്സ് കണ്ടത് ഇങ്ങനെയാണ്. അപ്പം എൻ്റെ സംശയം ഇതാണ്, ഈ സൃഷ്ടിച്ച സമയത്ത് ഡ്രസ്സൊന്നും ഇല്ലാത്ത ആൾക്കാരും ഇങ്ങനത്തെ കുറേ സംഭവമൊക്കെ ആയിരുന്നില്ല, ഡ്രസ്സൊന്നും നേരം ഇല്ല. അപ്പം ഈ കറുത്ത ഡ്രസ്സ് എങ്ങനെയാണിത് പിന്നെ സാത്താൻ്റെ ഡ്രസ്സായത് എങ്ങനെയാണ്? എനിക്കറിയില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരെന്തിനാണ് ഈ കേസ് കൊടുത്തത്? എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഈ കറുത്ത ഡ്രസ്സും ഈ ചിറകിൻ്റെ ഒരു സൈഡിൽ കറുപ്പും ഉണ്ടെങ്കിൽ ഇതെങ്ങനെ സാത്താൻ്റെ ഡ്രസ്സാവുന്നേ? ഇത്ര മണ്ടന്മാരാണ് ഈ ഇത്ര ഒരു കിടിലം പാട്ട്. എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമായി. എന്ത് രസമായിട്ട് അത് ആ പാട്ട് ചെയ്തിട്ടുള്ള കിടിലം പാട്ട്. എന്നിട്ട് കേസ് കർത്താവിന് സ്തുതിയല്ലേ ഇത്? കർത്താവിന് സ്തുതി.